മാച്ചായി വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷനാണ് നമ്മൾ ഇപ്പോഴും കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്രൻസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. 60s by 60s ആയിട്ടുള്ള ക്യാമ്പ്രിക് കോട്ടൺ ആണ്. 119 രൂപ, 44 ഇഞ്ചാണ് ഇതിൻ്റെ വിട്ട് വരുന്നത്. ഇതിൻ്റെ വീഡിയോ തന്നെ ഈ ഒരു സെയിം ഡിസൈനിൻ്റെ വേറെ കളറിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ പ്രിൻറ്റിൽ തന്നെ വേറെ കളറിൽ വന്നിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് ആദ്യത്തെ വീഡിയോനകത്ത് വന്നിരുന്നു. സെയിം പ്രിൻറ്റ് തന്നെ വേറെ കളേഴ്സിലാണ് ഇന്ന് കാണുന്നത് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ക്യാമ്പ്രിക് എന്ന് പറയുമ്പോൾ ഒരു സിൽക്കി സ്മൂത്ത് ഫിനിഷിലാണ് ഫാബ്രിക് വരുന്നത്. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണം കേട്ടോ. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട വിധമൊക്കെ നിങ്ങൾക്ക് അറിയാം. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്ത് മുക്കി വെക്കുക. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മുക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളത് പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം വേണം നമ്മൾ സോപ്പിലിട്ട് കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കളർ കുറച്ച് ലാസ്റ്റ് ചെയ്ത് കിട്ടും കേട്ടോ. കളർ ഇളകാണ്ടൊക്കെ നിന്നോളും. ഏത് ബ്രാൻഡാണെന്നൊക്കെ ചിലർ ചോദിക്കുന്നത് കാണാറുണ്ട്. ഇന്ന ബ്രാൻഡ് എന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ കാണുന്നത് ലൈറ്റ് ആയിട്ടുള്ളൊരു മെറൂണിഷ് റെഡ് കളറിലാണ്. നല്ല ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്ത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം പ്രിൻറ്റ് തന്നെയാണ് കേട്ടോ. എല്ലാം സ്ക്രീൻ പ്രിൻറ്റിലുള്ള ഫാബ്രിക്കാണ്. ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി ഇതിന് മാച്ച് ചെയ്യാവുന്ന ഒരു സെയിം കളറിൽ തന്നെ സെയിം ഫാബ്രിക്കിൽ തന്നെ വേറൊരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പും ബോട്ടവുമായിട്ടും ചെയ്യാവുന്നതാണ്. ഇതൊരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഞാനിതൊന്ന് വെച്ച് കാണിച്ചു തരാം. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ താഴോട്ട് പോകുന്ന പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ ക്ലിയർ ആകും. ഇനി ഇതിൻ്റെ തന്നെ ഒരു കളറും കൂടെ അവൈലബിൾ ആണ്. ഇത് വരുന്നത് നമ്മൾ ഈ എന്താ പറയുക മുന്തിരിങ്ങയുടെ കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. ആ ഒരു കളറ് അതിനകത്ത് സെയിം ആദ്യം കണ്ട ബൂട്ട പോലത്തെ പ്രിൻ്റാണ്. ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ആദ്യം എല്ലാ ഫാബ്രിക്കിനും 2 ഭാഗം ഉണ്ടല്ലോ, അകവും പുറവും. അപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗം വരുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. ഇങ്ങനെ ബൂട്ട പോലത്തെ പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. പ്രിൻറ്റിൻ്റെ കളറെല്ലാം സെയിം ആണ്. ഫാബ്രിക്കിൻ്റെ കളറാണ് ചേഞ്ച് വരുന്നത്. ഇനി നമ്മൾ ഈ സെയിം കളറിൽ തന്നെ ആ ഒരു ലൈൻ പാറ്റേണിലുള്ള ഡിസൈനാണ് കാണുന്നത്. താഴോട്ട് പോകുന്ന പോലത്തെ ആ ഒരു ഡിസൈനാണ് കേട്ടോ. ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ട്രൈപ്പ് പാറ്റേണിൽ വരുന്ന ഈ ഡിസൈൻ വെച്ചിട്ട് പലാസയൊക്കെ സ്റ്റിച്ച് ചെയ്ത് മിനി ടോപ്പിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാവുന്നതാണ്. ഇതൊരു പ്യുവർ കോട്ടണിൽ തന്നെ ക്യാമ്പ്രിക് കോട്ടണിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷൻ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷനാണ്. ഒരു നിർബന്ധവും ഇല്ല മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വാങ്ങിക്കണമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും ഇഷ്ടമുള്ള ഡിസൈനും ഒക്കെ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.